യു എസിൻ്റെ വ്യാപാര യുദ്ധം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് ഓരോ ദിവസവും തോന്നുന്നത് ഓരോ തീരുമാനങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ക്ലീശയായ കാര്യങ്ങളാണ് എന്നുള്ളതറിയാം, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഈ രണ്ട് നയം എന്നൊക്കെ പറയില്ലേ, ഈ പറയുന്നത് പോലെ രണ്ടൊപ്പുണ്ട് എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ആൾ പറഞ്ഞത്, അതായത് അതിൻ്റെ ബിനാമിയായിട്ട് എന്ന് കരുതുന്ന ആൾ പറഞ്ഞത്, എനിക്ക് പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം പറഞ്ഞത് എനിക്ക് രണ്ടൊപ്പുണ്ടെന്നുള്ളതാണ്. അപ്പോൾ രണ്ടൊപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും രണ്ട് തന്തയുണ്ടെന്ന് പറയുന്നത് പോലെയാണ് രണ്ടൊപ്പുണ്ടെന്ന് പറയുന്നത്. അതുപോലെയാണ് ട്രംപിൻ്റെ തീരുമാനം. ചൈനയോട് ഒരു നയം, ഇന്ത്യയോട് ഒരു നയം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തീരുമാനങ്ങളാണ്. ഇത്തരത്തിൽ പ്രശാന്തൻ്റെ കാര്യത്തിനോട് ചോദിച്ചിട്ടുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, രണ്ടൊപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് തന്ത എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അറിയാതെ ചിന്തിച്ചു പോവുകയാണ് ഈ രണ്ട് നയം എന്ന് പറയുമ്പോൾ. അതായത് ഇപ്പോൾ ചൈനയ്ക്ക് ഒരു ആശ്വാസമൊക്കെ നൽകുന്ന തീരുമാനത്തിലേക്കാണ് ട്രംപ് അച്ചായം പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% വരെ തീരുവയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഈ നടപടി 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ അതായത് അത് പ്രാബല്യത്തിൽ വരികയാണ്. ചൈനയ്ക്ക് മേൽ ഇനി 30% തീരുവയാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 10% തീരുവ ചുമത്താനുമാണ് തീരുമാനമായിരിക്കുക. അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ ട്രംപിൻ്റെ അമേരിക്കയുടെ ഈ സായിപ്പന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്, അവന്മാരുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമ്പോൾ അതിന് തീരുവ കുറയ്ക്കണം, നമ്മുടെ ഉൽപ്പന്നം അവന്മാരുടെ രാജ്യത്തേക്ക് അയക്കുമ്പോൾ അതിൽ കൂടുതൽ തീരുവ അവർ ചുമത്തുകയും ചെയ്യും. ഒരു എന്താ പറയുക, അപ്പ കാണുന്നവൻ അപ്പാന്നല്ല, എന്താ പറയുക, ഒരു അപ്പനില്ലാത്ത രീതിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയാണ് കാണിക്കുന്നത്. എന്തായാലും ചൈനയുമായിട്ടുള്ള ഈ ഒരു സമ്മർദ്ദത്തെ തുടർന്ന്, ചൈനയുമായിട്ടുള്ള വിഷയത്തിലുണ്ടായിട്ടുള്ള സമ്മർദ്ദം, അത് ട്രംപിനേക്കാൾ കൂടുതൽ അത് ബാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് റീറ്റെയിലർമാരായിരിക്കും. അപ്പോൾ ട്രംപിന് ഇവരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു 90 ദിവസത്തേക്ക് ഇത് മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലുള്ള കാരണമായിട്ട് കരുതുന്നത്. US റീറ്റെയിലർമാർ ട്രംപിനെ ആസനത്തിന് ചുറ്റും പുകച്ചു, അതല്ലെങ്കിൽ തീയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ ബിസിനസ്സിൽ അവർക്ക് ലാഭമില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും അവർ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് ആണെങ്കിലും ചുട്ടേരിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം വർഷാവസാനമാണ്, നിർണായകമായിട്ടുള്ള അവധിക്കാല സീസണായിട്ടൊക്കെ തയ്യാറെടുക്കുന്നതിനിടെയായിട്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ 3 അക്ക തീരുവ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഇത് സീസണാണ്, സീസണിൽ ഇവർക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് മാറി. നവംബർ പകുതി വരെ ഉയർന്ന താരിഫ് ആരംഭിക്കുന്നതിന് വൈകിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുകയാണ്. ക്രിസ്മസ് കാലത്തടക്കം അമേരിക്കയിൽ രൂക്ഷമായിട്ടുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ വിലക്കയറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയുൾപ്പെടെ വലിയ തോതിൽ അമേരിക്കയിലേക്ക് എത്തുന്നത് ചൈനയിൽ നിന്നാണ്. ഈ ഒരു രംഗത്ത് സർവാധിപത്യമുള്ള ഒരു രാജ്യമാണ് ചൈന. സ്വാഭാവികമായും എല്ലായിടത്തെയും പോലെ തന്നെ അമേരിക്കയിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US 145% തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. ഇതിന് മറുപടിയുമായിട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ചൈനീസ് തീരുവ അവർ 125% ഈ പറയുന്ന പോലെ നീ ഇങ്ങോട്ടടിച്ച മറുകരണം കാണിച്ചു തരില്ല, 2 കരണത്തും കൂടെ അടിച്ച് മറുപടി തരും എന്നുള്ളതാണ് ചൈനയുടെ ഒരു തീരുമാനം. എന്നാൽ അവരൊരു മയത്തിൽ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. 145 US ചുമത്തുമ്പോൾ ഇവർ ചുമത്തിയത് 125ആണ്. എന്തായാലും ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെച്ചതൊക്കെ നമുക്കും അറിയാം. നിലവിൽ കുറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ പോലും ചൈനീസ് ഇറക്കുമതികൾക്ക് 30% തീരുവയും US ഇറക്കുമതികൾക്ക് ചൈനീസ് തീരുവ 10% എന്ന നിലയിലാണ് ഉണ്ടാകുന്നത്.
ഇതിനിടയിൽ സ്വാഭാവികമായി ട്രംപ് വീമ്പിളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എടാ ഉവ്വേ, എനിക്ക് ഷീ ജിൻപിങ്ങുമായിട്ടൊക്കെ ഭയങ്കര നല്ല ബന്ധമാണ്, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാനൊന്നങ്ങ് പോയിട്ട് ഷീ ജിൻപിങ്ങിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തീരാവുന്നതേ ഉള്ളൂ, പിങ് ഞാനുമായിട്ട് വളരെ ദോസ്താണ് എന്നാണ് പറയുക. പക്ഷേ ഈ വീമ്പടിക്കുന്നത് പോലെയല്ല, ഈ ഒരു തീരുവയുടെ തീരുമാനം വന്നപ്പോൾ തന്നെ ഷീ ജിൻപിങ് പറഞ്ഞു, എന്നാൽ അച്ചായൻ്റെ നാട്ടിലേക്കുള്ള അപൂർവ ലോഹങ്ങളുടെ ഇറക്കുമതി ഉണ്ടല്ലോ, റെയർ എർത്ത് മിനറൽസിൻ്റെ ഇറക്കുമതി, അതങ്ങ് നിർത്തിവെച്ചേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമേരിക്കക്കാർക്ക് മനസ്സിലായത് ട്രംപിൻ്റെ ഈ വിടുവായുത്തരവും വീമ്പിളക്കലും മാത്രമേ ഉള്ളൂ, പിങ്ങുമായിട്ട് അത്ര നല്ല ബന്ധമല്ല, അതല്ലെങ്കിൽ പിങ്ങിനോട് ഉടക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പിങ്ങ് തിരിച്ച് ഈ ഒരു രീതിയിൽ കൂടി മറുപടി തരുമെന്നുള്ളത് മനസ്സിലായത്. ഈ താരിഫ് യുദ്ധത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ട്രംപിന് വിജയം എന്നൊക്കെയുള്ള കണക്കുകൾ വരുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് തൻ്റെ ഭരണകൂടം സമാധാന സ്ഥാപകരാണ് എന്നുള്ളതും വിവിധ രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടി ട്രംപ് നമ്മുടെ ഒരു പ്രാഞ്ചിയേട്ടൻ മോഡൽ ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാഞ്ചിയേട്ടനാവാൻ ശ്രമിക്കുന്നതിന് പുള്ളിക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വിഭ്രമത്തിൻ്റെ പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളിലൂടെയൊക്കെ പുള്ളി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെയും വ്യാപാര തീരുവകളിലുമൊക്കെ സുഹൃത്ത് രാജ്യങ്ങളെ പോലും ഈ വിഭ്രമം കാരണം കുഴപ്പത്തിലാക്കാനും അവരുമായിട്ടുള്ള നല്ലൊരു ടേംസ് ഇല്ലാതെയാക്കാനും ട്രംപിൻ്റെ ഈ പ്രവർത്തികൾ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ വളരെ സുഖലോലുപരായിട്ടൊക്കെ കഴിഞ്ഞു പോകുന്ന അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം വരാനായിട്ട് അമേരിക്കൻ ജനതയ്ക്ക് സാധിക്കില്ല. അത് വരുന്ന വഴി മനസ്സിലാക്കിയതോടുകൂടി ട്രംപിനെതിരെ അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ഒക്കെ, അതായത് ട്രംപിനെതിരെയുള്ള പോളിംഗും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പോളിങ്ങിൽ ട്രംപിനെ സംബന്ധിച്ച് യാതൊരു തരത്തിൽ എനിക്ക് അവനെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായവുമില്ല എന്ന് പറയുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള ഒരു പോളിംഗ് നിലയിലേക്ക് ട്രംപിൻ്റേത് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചൈനയോട് ഇപ്പോൾ ഒരു മൃദു സമീപനം എന്ന് പറഞ്ഞല്ലോ, മൃദു സമീപനം വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ റെയർ എർത്ത് മിനറൽസിൽ ചൈന ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കരുതാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൈനയുമായിട്ട് വലിയ ഒരു ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം അമേരിക്കയ്ക്കുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബന്ധമുണ്ട്. അമേരിക്കൻ വ്യവസായങ്ങളുടെയും ഉപഭോക്താക്കളുടെയും വിതരണ ശൃംഖലകൾ നിലനിൽക്കുന്നത് പോലും ചൈനയെ ആശ്രയിച്ചിട്ടാണ്. 2025 ഏപ്രിൽ ചൈന അപൂർവ ഭൂമി മൂലകങ്ങളുടെ, അതായത് റെയർ എർത്ത് മിനറൽസിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ അമേരിക്കയിലെ നിർമ്മാണം, ഓട്ടോമൊബൈൽ തുടങ്ങിയിട്ടുള്ള വലിയ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കടുത്ത താരിഫുകൾ തുടരുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ട്രംപ് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, US റീറ്റെയിലേഴ്സ് ഉൾപ്പെടെയുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഇടയിലെല്ലാം ട്രംപിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏറ്റുമുട്ടാൻ പോകുന്നത് തന്നോളം പോകുന്നവനോടാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കരുതിയായിരിക്കണം പ്രവർത്തികൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമുണ്ട്. അല്ലാതെ ഈ ട്രംപിൻ്റെ ഒരു ഏജൊക്കെ ഉണ്ടാകാം ഒരു പക്ഷെ ഭാരതത്തിൻ്റെയും ചൈനയുടെയും പ്രസിഡന്റുമാർക്കൊക്കെ, പക്ഷെ ഒരിക്കലും ഇവർക്ക് വിഭ്രമം ഉണ്ടായിട്ടില്ല. കാര്യങ്ങളെ വളരെ കാര്യപൂർവം തന്നെ ചിന്തിക്കുകയും ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെയാണ് ഭാരതത്തിലും ചൈനയിലുമൊക്കെ ഉള്ളത്. ട്രംപിന് പല അസഹിഷ്ണുതകളും പല ത്വരകളും ഒക്കെ കൂടിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥിരബുദ്ധി ഇല്ലാതെ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ട്രംപ് പറയുന്നതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ഒരിക്കലും ചൈന ആയിക്കോട്ടെ, ഭാരതമായിക്കോട്ടെ, മറ്റേത് രാജ്യവുമായിക്കോട്ടെ, അതായത് അനുകൂലിക്കാത്ത രാജ്യങ്ങൾ ഏതുമായിക്കോട്ടെ, അവർ പറയുന്നതിനനുസരിച്ച് അപ്പം തന്നെ മറുപടി കൊടുക്കുകയല്ല. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ആലോചിച്ച് ഏത് രീതിയിൽ
പ്രതികരിച്ചാൽ അമേരിക്കയിൽ കൊള്ളും എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് കൃത്യമായി മനസ്സിലായത് ഈ അപൂർവ മൂലകങ്ങളുടെ കാര്യത്തിൽ ആധിപത്യമുള്ളത് ചൈനയ്ക്കാണ്. ചൈന അമേരിക്കയ്ക്ക് കൊടുക്കാതിരുന്ന സമയത്ത് തന്നെ, അതായത് പൊതുവായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി എന്തിനധികം നമ്മുടെ ഇന്ത്യയിൽ പോലും ഓട്ടോമൊബൈൽ രംഗത്ത്, അതായത് ഈ ഇലക്ട്രോണിക് വാഹന രംഗത്ത് പോലും ചെറിയ രീതിയിലൊരു ഇടിവുണ്ടായിട്ടുണ്ട്. ഉള്ളതുപോലെ പറയണമല്ലോ, ആ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള നിയന്ത്രണം നമ്മളെ പോലും ബാധിച്ചപ്പോഴാണ് നമ്മളുടെ പ്രധാനമന്ത്രി 5 രാജ്യങ്ങളിലേക്കായിട്ട് 8 ദിവസത്തെ ഒരു സന്ദർശനം നടത്തിയത്. അതായത് ഒരാളെ മാത്രം കരുതി ഒരു വിപണി തുറന്നിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരാൾ നമുക്ക് നേരെ വാതിലടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവതാളത്തിലാകും. അതുകൊണ്ട് ഇനി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ഇന്ത്യ പോവുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. ആ പ്രഖ്യാപനം ട്രംപിന് മനസ്സിലായി കാണണം, ഷീ ജിൻപിങ്ങിനും മനസ്സിലായി കാണണം. അപ്പോൾ ട്രംപ് ഈ പറഞ്ഞ ചൈനയോടുള്ള ഒരു നിലപാടും ഇന്ത്യയോടുള്ള നിലപാടും രണ്ടാണെങ്കിൽ 2 രീതിയിലുള്ള മറുപടി ഉണ്ടാകും. ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയ്ക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത്, ചൈനയ്ക്കല്ല അമേരിക്കയ്ക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് അമേരിക്ക ചിന്തിക്കേണ്ടതാണ്, ട്രംപ് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ട്രംപിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കക്കാർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. എന്തായാലും ട്രംപിൻ്റെ തീരുമാനങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.